ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. ഇപ്പോൾ സൈഡ് ലൈറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സൈഡ് ലൈറ്റ്സ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബ്രസൽസിലേക്കാണ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാന നഗരം. ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നിന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി റോഡ് മാർഗമാണ് ഞങ്ങൾ ബ്രസൽസിലേക്ക് പുറപ്പെട്ടത്. നല്ല ഒന്നാം തരം 16 ലൈൻ എക്സ്പ്രസ് വേ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ടോൾ പ്ലാസയും മറ്റുമുണ്ട് കേട്ടോ. ഇവിടെ വാഹനങ്ങളൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. റോഡിലൂടെ പോകുന്ന എല്ലാ വണ്ടികളും സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് തങ്ങളുടെ ലൈൻ ട്രാഫിക് ഫോളോ ചെയ്യുന്നു. വലിയ വാഹനമായതിനാൽ ഞങ്ങളുടെ ബസ് റോഡിൻ്റെ വലത്തെ അറ്റത്തെ ലൈനാണ് ഫോളോ ചെയ്യുന്നത്. എന്നിരുന്നാലും സ്പീഡ് കുറഞ്ഞതൊരു 100 കിലോമീറ്ററെങ്കിലും കാണും. യാത്രയിൽ പലയിടത്തും റോഡരികിൽ മഞ്ഞപ്പട്ട് പുതച്ചതുപോലെയുള്ള കടുകുപാടങ്ങൾ കണ്ടു. ഈ രാജ്യങ്ങൾ സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല കൃഷിയിലും മുന്നിൽ തന്നെ. ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു സംഗതി പരിസ്ഥിതിക്കിണങ്ങിയ വികസന പ്രവർത്തനങ്ങളായ ഒട്ടനവധി വിൻഡ് ഫാമുകളാണ്. ധാരാളം വൈദ്യുതിയാണ് ഇത്തരത്തിലുള്ള വിൻഡ് ഫാമുകളിൽ നിന്നും ഫ്രാൻസ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. വഴിയോര കാഴ്ചകൾ കുറേനേരം കണ്ടുമടുത്തപ്പോൾ ബസ്സിലുള്ളവർ പതുക്കെ ആട്ടവും പാട്ടും ആരംഭിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ വാട്ടർ ബ്രേക്കിനുള്ള സമയമായി. വഴിയരികിലുള്ള പെട്രോൾ പമ്പുകളാണ് യാത്രയിലെ വാട്ടർ ബ്രേക്കുകളായി യൂസ് ചെയ്യുന്നത്. ഫ്രാൻസിൽ എപ്പോഴെങ്കിലും സ്വച്ഛ ഭാരത് മിഷൻ നടന്നപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും. വാഹനത്തിന് ഫ്യൂൽ അടിക്കുന്ന സമയത്ത് തന്നെ യാത്രക്കാർക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നതിനോ ഒരു ചായ കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ചെറിയ തോതിൽ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റുന്ന ഷോപ്പിംഗ് സെൻ്ററുകളും ഇതിനോട് ചേർന്നുണ്ട്. ഒടുവിൽ ഞങ്ങളുടെ ബസ് ഫ്രഞ്ച് അതിർത്തി കടന്ന് ബെൽജിയത്തിലേക്ക് പ്രവേശിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളൊക്കെ മാറുന്നത് ഞങ്ങൾ അറിയുന്നത് ഗൈഡ് പറയുമ്പോൾ മാത്രമാണ്. അതല്ലാതെ ഇവിടെ ചെക്ക് പോസ്റ്റോ പോലീസോ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ അതിർവരമ്പ് കാണിക്കുന്ന യാതൊന്നും തന്നെ കാണാൻ പറ്റില്ല. ബെൽജിയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ തെളിഞ്ഞ നീലാകാശമാണ്. ഉയരെ ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളും അവയുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയുമൊക്കെ വളരെ വ്യക്തമായി കാണാൻ പറ്റും. ഒരുപക്ഷെ ആ വിമാനങ്ങൾ പുറന്തള്ളുന്ന പുകയല്ലാതെ അവിടെ അന്തരീക്ഷത്തിൽ മറ്റ് യാതൊരു മലിനീകരണങ്ങളും ഇല്ലെന്നാണ് തോന്നുന്നത്. യൂറോപ്യൻ യൂണിയൻ, നാറ്റോ എന്നിവയുടെ ആസ്ഥാനമാണ് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസ് നഗരം. അതിസുന്ദരമായ നഗരമാണിത്. വൃത്തിയായും വെടിപ്പായും സൂക്ഷിച്ചിരിക്കുന്ന നഗരം. കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന വാഹനങ്ങൾ, ജനക്കൂട്ടങ്ങളില്ലാത്ത തെരുവോരങ്ങൾ, വീടുകളാകട്ടെ കമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആകട്ടെ മോഡേൺ ആർക്കിടെക്ചറിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ബെൽജിയത്തിന്റെ സുപ്രീം കോർട്ടായ പാലസ് ഓഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഈ കെട്ടിടം. പ്രധാന റോഡുകളിൽ ചേർന്ന് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളായ മെട്രോ, ട്രാം എന്നിവയുടെ ട്രാക്കുകളുമുണ്ട്. നഗരമധ്യത്തിലൂടെ തന്നെ ഒഴുകുന്ന സെന്നി റിവറിൽ കൂടി കാർഗോ ഷിപ്പുകളും സഞ്ചരിക്കുമത്രേ. ബ്രസൽസ് നഗരത്തിലെ പ്രധാന കാഴ്ചാ കേന്ദ്രം ദി ഗ്രാൻഡ് പ്ലേസ് എന്നറിയപ്പെടുന്ന സിറ്റി സെൻട്രൽ സ്ക്വയർ ആണ്. അതിനടുത്തൊരിടത്ത് ബസ് പാർക്ക് ചെയ്ത് ഗൈഡ് ഞങ്ങളെ ആ സ്ഥലത്തേക്ക് നയിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ പല ടൂർ ഗ്രൂപ്പുകളും ഇത്തരത്തിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. നട്ടുച്ച സമയത്ത് പോലും വളരെ ആക്റ്റീവും വൈബ്രന്റുമായി കാണപ്പെട്ട ഒരു സ്ഥലമാണ് ദി ഗ്രാൻഡ് പ്ലേസ്. യൂറോപ്പിലെ ഏത് നഗരത്തിലും എന്ന പോലെ ഇവിടെയും വഴിയരികിൽ സംഗീത കച്ചേരി നടത്തി ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്നവരെ കാണാം. വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, പുകവലിക്കുക, വെള്ളമടിക്കുക, ആടിയും പാടിയും ജീവിതം ആർത്തുല്ലസിക്കുക. യൂറോപ്പുകാരുടെ ജീവിതശൈലി ഇതാണെന്ന് തോന്നും ഗ്രാൻഡ് പ്ലേസിലെത്തുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ. ഇവിടെ തെരുവിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ കണ്ടാൽ വേഗം എടുത്തൊന്ന് വായിലിടാൻ തോന്നും. അത്രയ്ക്ക് ഫ്രഷ്നെസ് ഉണ്ടാവയ്ക്കാം. ഗ്രാൻഡ് പ്ലേസും അതിന് പരിസരത്തുള്ള തെരുവീതികളുമെല്ലാം കാൽനടയായി ചുറ്റിക്കറങ്ങുന്നതാണ് രസം. എന്നാൽ നടക്കാൻ മടിയുള്ളവർക്ക് കുറച്ച് റോയൽ ടച്ചൊക്കെ കൊടുത്ത് കുതിരകളെ വലിക്കുന്ന വണ്ടിയിലും ചുറ്റി കാണാം. ഗ്രാൻഡ് പ്ലേസിന് തൊട്ടരികിലാണ് മാനക്കിൻ പിസ് എന്നുപേരുള്ള ബെൽജിയത്തിന്റെ സിഗ്നേച്ചർ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ കുട്ടി നിന്ന് മൂത്രമൊഴിക്കുന്നതാണ് ഈ പ്രതിമ. വർഷത്തിലൊരു ദിവസം ഈ പ്രതിമ മൂത്രത്തിന് പകരം ബിയർ ആണത്ര ഒഴിക്കുന്നത്. ശരിയാണെന്നൊന്നും അറിയില്ല കേട്ടോ. മാനക്കിൻ പിസിന് തൊട്ടടുത്ത് തന്നെയാണ് എവറാർഡ്സ് മോണ്യുമെന്റ് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രതിമ. 14-ാം നൂറ്റാണ്ടിൽ ബ്രസൽസ് നഗരത്തെ ഫ്ലെമിഷ് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിച്ച എവറാർഡ് എന്നുപേരുള്ള ഒരു വീരയോദ്ധാവിന്റെ സ്മരണയ്ക്കായാണ് ഈ പ്രതിമയത്രേ. ഈ പ്രതിമയെ തൊട്ടു തലോടുന്നത് ഭാഗ്യം കൊണ്ടുവരുമെന്നും ബ്രസൽസിലേക്ക് വീണ്ടും വരാനിടയാക്കുമെന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഈ പ്രതിമയെ തടവലാണ്. ബെൽജിയം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന സംഗതികൾ എന്തെല്ലാമാണ്? അവിടുത്തെ ചോക്ലേറ്റ്സ്, വേഫിൾസ്, ഡയമണ്ട്സ്, ഇതൊക്കെയല്ലേ. ഗ്രാൻഡ് പ്ലേസിന് സമീപത്തുള്ള തെരുവുകളിൽ ധാരാളം ചോക്ലേറ്റ് കടകളുണ്ട്. വളരെ മുന്തിയ ഇനം ചോക്ലേറ്റുകൾ തീരെ വിലക്കുറവിൽ കിട്ടും. അതുപോലെ തന്നെയാണ് വേഫിൾസ് വിൽക്കുന്ന കടകളും. പുറത്ത് നിരത്തിയിരിക്കുന്ന വെറൈറ്റി കണ്ടാൽ ഏത് കഴിക്കണമെന്ന് കൺഫ്യൂഷനാവും. അത്രയ്ക്ക് കൊതിയൂറും. ബെൽജിയത്തിനെ കുറിച്ച് മറ്റൊരു അതിശയിപ്പിക്കുന്ന സംഗതി എന്തെന്നാൽ
നമ്മളെല്ലാവരും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അത് ഒറിജിനേറ്റ് ചെയ്ത് ഫ്രാൻസിലല്ല, ബെൽജിയത്തിലാണ്. നല്ല ടേസ്റ്റി ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുന്ന ധാരാളം കടകളും ഗ്രാൻഡ് പ്ലേസിന് സമീപത്തുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കാർണിവൽ അന്തരീക്ഷം എൻജോയ് ചെയ്ത് ഞങ്ങൾ പതിയെ ഗ്രാൻഡ് പ്ലേസിനോട് ഇവിടെ പറഞ്ഞു. ഏകദേശം 102 മീറ്ററോളം ഉയരത്തിലുള്ള ആറ്റോമിയം എന്നു പേരുള്ള ഒരു സ്ട്രക്ചറായിരുന്നു അടുത്തതായി ഞങ്ങൾക്ക് കാണാനുള്ളത്. അയൺ ക്രിസ്റ്റലിനെ 165 ബില്യൺ ടൈംസ് മാഗ്നിഫൈ ചെയ്താൽ എങ്ങനെയിരിക്കുമോ അതാണ് ആറ്റോമിയത്തിൽ നിങ്ങൾക്ക് കാണാനാവുന്നത്. 18 മീറ്റർ വ്യാസമുള്ള 9 ഗോളങ്ങളും അവയെ എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബുകളും, ഇതിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ചെന്നെത്താൻ പറ്റിയ രീതിയിൽ എസ്കലേറ്ററുകളും സ്റ്റെയർ കേസുകളും എലിവേറ്ററുകളുമുണ്ട്. അങ്ങനെ ബെൽജിയം നൽകിയ സ്വപ്ന കാഴ്ചകൾ കണ്ടു തീർത്ത് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പായ നെതർലൻഡ്സിലെ ഐൻഡ്ഹോവനിലേക്ക് തിരിച്ചു. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം ആൻഡ് ബൈ ബൈ.